ഈ മാൽദീവ്സ് എന്ന് പറഞ്ഞാല് മാൽദീവ്സിന് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ലോകത്ത് ഇതുപോലുള്ള ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിന് അറ്റോൾ എന്നാണ് വിളിക്കുന്നത്. അറ്റോൾ എന്ന് പറഞ്ഞാല് മുത്തുമാല ഇല്ലേ, മുത്തുമാല, പവിഴങ്ങളുണ്ടാക്കിയ മാല, അതെങ്ങനെ ഇരിക്കും? മാല കോർത്തെടുത്ത എങ്ങനെ ഇതെങ്ങനെ ഇരിക്കും അല്ലെ? ഇതേപോലെ ദ്വീപ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് നടുക്ക് ഭാഗം എന്ന് പറഞ്ഞ കോറലുകളാണ് ഈ ദ്വീപിന്റെ. ഇതിന് സൈഡിൽ ഇങ്ങനെ മുത്തുപോലെ ഈ ദ്വീപുകൾ ഇങ്ങനെ കിടക്കുക. അതാണ് അറ്റോൾ എന്ന് പറയുന്നത്. അറ്റോൾ എന്ന് പറഞ്ഞ ഈ സാധനം ഈ ഭൂമി പ്രപഞ്ചത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പിടികിട്ടോ? അപ്പൊ ഈ മാലി ദ്വീപുകൾ എന്ന് പറയുന്നതിനകത്ത് ഈ മാൽദീവ്സിന്റെ ക്യാപിറ്റലാണ് മാലി എന്ന് പറയുന്ന സ്ഥലം. അതിന് താഴെ കിടക്കുന്ന ഒരു അറ്റോൾ ഉണ്ട്. ആ അറ്റോളിന്റെ പേരാണ് അഡു എന്ന് പറയും. അഡു. ആ അറ്റോളിലേക്ക് അവിടുത്തെ ഒരു കുഞ്ഞ് ഐലൻഡ്, ഈ കുഞ്ഞ് ഐലൻഡിന്റെ പേരാണ് ഗ്യാൻ. ഈ ഗ്യാൻ ഐലൻഡിൽ ഒരേ ഒരു സാധനം മാത്രമേ എന്തേ ഉള്ളൂ, എയർപോർട്ട്. വേറെ ഒന്നും ഇല്ലാത്ത. ഓക്കെ, അവിടെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ. താഴെ ഭൂമി ഇതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് ഈ ഗ്യാൻ എന്ന് പറയുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചു വെച്ചിരുന്ന സ്ഥലമാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ എയർപോർട്ട് ഉണ്ടാക്കിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2 മീറ്റർ ഹൈറ്റ് ഉള്ളൂ ഇതിന്റെ റൺവേക്ക്. അത് നോക്കുമ്പോൾ വിൻഡോയിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ച വെള്ളത്തിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഗ്യാനിന്റെ ഇപ്പോഴത്തെ ഒരു റെലവൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഗ്യാനിലേക്ക് ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ശ്രീലങ്കൻ എയർലൈൻസ്. വേറെ മാൽദീവിയൻ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആഴ്ച 2-3 തവണയേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല. ശ്രീലങ്കൻ എയർലൈൻസ് കൊളംബോയിൽ നിന്ന് ഇങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ ഇങ്ങനെ നല്ല ഗംഭീര കണക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ശ്രീലങ്കൻ എയർലൈൻസ് ഗ്യാനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല പ്രൈസിങ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ ഈ ഗ്യാൻ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാനിൽ ചെന്നു കഴിഞ്ഞാൽ താമസിക്കുന്നവർ എന്ത് ചെയ്യണം? അടുത്ത ഒരു ഐലൻഡിലേക്ക് പോകണം. കാനാറീഫ് എന്നാണ് ആ ഐലൻഡിന്റെ. ഈ ഇവിടുത്തെ ഈ മുത്തുപോലെ കിടക്കുന്ന എല്ലാ ഐലൻഡുകളിലും റിസോർട്ടുകള്, ഹോട്ടലുകള് മാത്രമല്ല. ഇവിടെ എല്ലാം ഈ ഹൗസ് കീപ്പിംഗ് ആളെ കിട്ടാൻ കുറവായതുകൊണ്ട് ഇവരെല്ലാം റിസോർട്ട് കോട്ടേജ് സെറ്റപ്പിലാണ് ചെയ്യുന്നത്. വില്ല പ്രോപ്പർട്ടീസ് ആണ് വിളിക്കുന്നത്. അതിങ്ങനെ 10-40 വില്ല ഒരേ ലെവലിൽ ഉണ്ടാക്കിയിട്ടേക്കും. കടല് തുറക്കുന്നത് എങ്ങോട്ടാ? കടലിലേക്ക്. അല്ലെങ്കിൽ അതിനെ വാട്ടർ ഫ്രണ്ട് വില്ല എന്ന് വിളിക്കും. അത് കഥ തുറക്കുന്ന വെള്ളത്തിലേക്കാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഞ്ചാര മണല് പോലെ ഇങ്ങനെ ഇത് കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് ചില കണ്ടൽക്കാട് പോലെ ചില കാടുകളൊന്നും പോവാം. വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്തരം സ്ഥലത്തിലേക്ക് ആൾക്കാർ പോകുന്നത് റിലാക്സേഷന് വേണ്ടി മാത്രമാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, ചാടി വണ്ടിയെ കയറുന്നു, 150 കിലോമീറ്റർ പോകുന്നു, ഓടിപ്പാഞ്ഞ സ്ഥലങ്ങൾ കാണുന്നു. ആ പരിപാടിയൊന്നും ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്യില്ല. ഇവിടെ വരുന്നതിനാ നല്ല ഫുഡ് കഴിക്കാം, സീ ഫുഡ് കഴിക്കാം, അത്യാവശ്യം 2 സ്മോൾ കഴിക്കാം, അല്ലെ? ഒന്ന് റിലാക്സ് ചെയ്യുക. ജീവിതത്തിലെ സകലമായ ടെൻഷനുകളും ഒക്കെ ഒന്ന് മാറ്റി നല്ല കുട്ടപ്പനായിട്ട് ഇവിടുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് മൈൻഡും ബോഡിയും റിലാക്സ് ചെയ്ത് തിരിച്ചു പോകാം. നമ്മൾ താമസിക്കുന്ന ഈ റീഫ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ സൺസെറ്റ് വില്ലയാണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് ഒരു വില്ല കൊടുത്തിരിക്കുക. ആ വില്ലയിലെ ടോയ്ലറ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു 300 സ്ക്വയർ ഫീറ്റ് വലിപ്പം തന്നെയാണ്. ഭയങ്കര വലിയ ജാക്കോസി സെറ്റപ്പിൽ ഓപ്പൺ ബാത്റൂമാണ്. ഹൈലി നേച്ചർ ഓറിയന്റഡ് ആണ് ഇവിടെ എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഡോൾഫിൻ ക്രൂസ് ഉണ്ട്. കാരണം ഈ ഇതിന്റെ അങ്ങേയറ്റമുള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് താഴേക്ക് പിന്നെ ലാൻഡ് ഇല്ല. ഒരു ചെറിയ ബ്രിട്ടീഷ് ടെറിട്ടറി, ഒരു ചെറിയ മൺകൂര മാത്രമേ. പിന്നെ ആൾക്കാർ ഇൻഹാബിറ്റൻസ് ആൾക്കാരുടെ ആവശ്യമുള്ള ഏരിയ ഇല്ല. ഡോൾഫിനുള്ള ഒരു ഏരിയ പോയി ഡോൾഫിൻ ക്രൂസ് ഉണ്ട്. പിന്നെ ഗ്യാന എന്ന് പറഞ്ഞതിന്റെ വില്ലേജ് ലൈഫ്. ഇതിന്റെ പ്രത്യേകത ഗ്യാന ഇതിനെ വിളിക്കാനുള്ള കാര്യം തന്നെ എന്താ വെച്ചാല്, പണ്ട് ബുദ്ധന്മാരിവിടെ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അറബ് രാജ്യങ്ങളിൽ നിന്ന്, അതായത് മൊറോക്കൻസ് മെഡഗാസ്കറിൽ വന്നു, മെഡഗാസ്കറിൽ നിന്ന് അവര് മൗറീഷ്യസിൽ വന്നു, മൗറീഷ്യസിൽ നിന്ന് വന്ന ആൾക്കാരാണ് പിന്നീട് ഇവിടേക്ക് വന്നത്. അതൊരു മുസ്ലിം കൺട്രിയാണ്. ഓക്കെ, മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു ബുദ്ധിസ്റ്റ് ഒരു മിക്സ്ഡ് കൾച്ചറാണ്. പിടികിട്ടിയോ? ഗ്യാൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം തന്നെ ഗ്രാമം എന്നാണ്. ഗ്രാമം, വില്ലേജ്. ഓക്കെ, ആ വില്ലേജ് എന്ന് പറയുന്ന സാധനം വന്നിരിക്കുന്നത് സാൻസ്ക്രിറ്റ് പദമാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ
നമുക്ക് ഒന്ന് എല്ലാം റിലാക്സ് ചെയ്ത് മടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മീൻ പിടിക്കാൻ പോകും. ബോട്ടിൽ മീൻ പിടിക്കാൻ. അതിന് 2 ടൈപ്സ് ഉണ്ട്. സൺസെറ്റ് ഫിഷിംഗ് എന്നൊരു സാധനമുണ്ട്. സന്ധ്യാസമയം ആകുമ്പോൾ പോയി മീൻ പിടിക്കാം. ബിഗ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ 8 അടി വലുപ്പത്തിനേക്കാൾ വലിയ മീനിനെ പിടിക്കാൻ പോകും. അതൊരു സംഭവമാണ്. ഡോൾഫിൻ ക്രൂസ് അതൊരു സംഭവമാണ്. വില്ലേജ് ടൂർ ഉണ്ട്, അതൊരു സംഭവമാണ്. പിന്നെ പറഞ്ഞല്ലോ ഈ മൊത്തത്തിൽ ഈ അറ്റോളിനെ വിളിക്കുന്നത് അഡു ഒരു സിറ്റി ടൂർ ഉണ്ട്. ഒരു 5-8 വില്ലേജ് ഐലൻഡ്സ് ഇങ്ങനെ ഒത്തുപോലെ കിടക്കുക. അതിന്റെ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ കോറലുകളാണ്, പവിഴപ്പുറ്റുകളാണ്. ഈ പവിഴപ്പുറ്റുകൾ സാധാരണ ലക്ഷദ്വീപിലൊക്കെ ചെന്നാൽ നമുക്ക് പവിഴപ്പുറ്റുകൾ കാണാം. പക്ഷെ അപ്പൊ ഒരു കുഴപ്പം എന്താ വെച്ചാല് ഈ പവിഴപ്പുറ്റുകളെ ലക്ഷദ്വീപ് പോലുള്ള മറ്റു സ്ഥലങ്ങളൊന്നും ചെന്നാല് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ കഴിയില്ല. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും. ഇവിടെ അതില്ല. ഇവിടെ വേലിയേറ്റവും വേലിയിറക്കവും ദ്വീപിന്റെ ഒരു സൈഡിലേ ഉള്ളൂ, മറ്റേ ഇതിനുള്ളിലില്ല. അതിനാണ് അറ്റോൾ എന്ന് വിളിക്കുന്നത്. അതിനുള്ളിലില്ല. അവിടെ അതിനുള്ളിൽ ശാന്തമായ ഈ വെള്ളം ഇങ്ങനെ കിടക്കുക. അതും നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കളറില്. അതാണ് ഈ ഗ്യാങ്ങിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ടൂർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ആണ്. രാവിലെ അത് ഇവിടുന്ന് 10:40 കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. നേരെ കൊളംബോയിലെത്തും. കൊളംബോയിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യും, അവിടുന്ന് നേരെ നമ്മൾ ഗ്യാനിലേക്ക് ഫ്ലൈ ചെയ്യും. ഒരു 2 hours ലേ ഓവർ മാത്രമേ ഉള്ളൂ. ഉച്ചയോടുകൂടി നമ്മൾ ഗ്യാനിലെത്തും. ഗ്യാനിൽ നിന്ന് നമുക്ക് തിരിച്ച് ഇതേപോലെയാണ് ഈ വരുന്ന ഫ്ലൈറ്റാണ് തിരിച്ചത്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ 2:40 ഫ്ലൈറ്റ് പോകുന്നത്. പക്ഷെ 2:40 പോകുന്ന ഫ്ലൈറ്റ് കൊളംബോയിൽ നിന്ന് നമുക്ക് പിറ്റേ ദിവസം എടുക്കും. അവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം നേരെ കൊളംബോയിൽ ചെന്നിറങ്ങുന്നു. കൊളംബോയില് എയർപോർട്ടിൽ നിന്ന് നമ്മൾ കൊളംബോ സിറ്റി ടൂർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിറ്റി ടൂർ മാത്രമല്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൊളംബോയിലാണ്. അപ്പൊ കൊളംബോയിൽ ഒന്ന് കാണാം. പുറത്തിറങ്ങി നമ്മുടെ ഫുഡൊക്കെ ഇന്ന് കഴിച്ച് തിരിച്ച് നമ്മൾ എയർപോർട്ടിന് അടുത്ത് തന്നെയുള്ള 4-star പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിക്കുന്നത്. റമദാൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ താമസിക്കുന്നത്. ഈ എയർപോർട്ടിനടുത്ത് നമ്മൾ താമസിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാല് രാവിലെ 8:40 ഫ്ലൈറ്റ്. അപ്പൊ ഒരു 5 മണിക്കെങ്കിലും നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പൊ ഒരുപാട് എന്താ പറയാ, നേരത്തെ എഴുന്നേറ്റ് പോകേണ്ട ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ലഗേജ് ത്രൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇയാളിൽ നിന്ന് കൊളംബോയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം അന്നത്തേക്ക് ഇടാനുള്ളതും പിറ്റേസ്റ്റേക്ക് ഇടാനുള്ളതും നമ്മളുടെ ക്യാബിൻ ബാഗേജിനകത്ത് ഒന്ന് കരുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതൊന്നുമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ മാൽഡീവ്സ് കേരളത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. നോക്കുമ്പോൾ ആയിരക്കണക്കിന് റിസോർട്ടുകള്, ആയിരക്കണക്കിന് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ഇവിടെ. നമുക്കൊന്ന് പോണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിനിമം പെർ പാക്സ് റേറ്റ് 1.25 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയാണ്. അതിൽ താഴ്ന്ന് ഇവിടെ റേറ്റ് ഇല്ല. ഇന്ത്യക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ ഇവിടുത്തെ ഈ ഒരു ലിവിംഗ് കോസ്റ്റും ഇതെല്ലാം ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗ്യാനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഏറ്റവും ബെസ്റ്റ് 4-star ഫെസിലിറ്റിയിൽ അടിപൊളിയായിട്ട് താമസിച്ച് അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് തന്നെയല്ല, ഈ ഗ്യാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് അധികം ആൾക്കാർ കേട്ടിട്ടില്ല. ഞാൻ 10-70 രാജ്യങ്ങള് സന്ദർശിച്ചിട്ടുള്ളവർക്ക് നമ്മളെ ഫ്ലെയർ അയച്ചു കൊടുത്തു. അവരോട് തിരിച്ചു ചോദിച്ചു ഈ ഗ്യാൻ എവിടെയാണെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വെർജിൻ ലൊക്കേഷനാണ്. ഇനി മാൽഡീവ്സും ശ്രീലങ്കയും ഒറ്റയടിക്ക് നമുക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമല്ലേ? കാരണം നമ്മൾ ട്രാൻസിറ്റ് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് എക്സിറ്റ് അടിച്ചിട്ട് എൻട്രി അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു കയറുന്നത്. അപ്പൊ നമുക്ക് ശ്രീലങ്കയും കാണാം, കൊളംബോ സിറ്റിയും കാണാം, ഈ ഗ്യാനും കാണാം. അപ്പൊ ഫെബ്രുവരി 15 നമ്മളൊരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഏപ്രിൽ 5 വെക്കേഷന് വേണ്ടിയിട്ടും ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും സക്സസ് ആവണമെങ്കിൽ ഓരോ 2 മാസം കൂടുമ്പോഴും ടൂർ മൈൻസ് വീണ്ടും നമ്മൾ ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്യും. കാരണം ഇവിടുത്തെ 2 സ്ഥലത്തേക്കും പോകാൻ വേണ്ടി ഒരു വിസ ആവശ്യമില്ല. വിസ വേണം, ഓൺ അറൈവലാണ്, പ്രയർ വിസയുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് 85,000 rupees ആണ്. അതിനകത്ത് GST ഇൻക്ലൂഡഡ് ആണ്. ഈ 3 മീൽസും അക്കോമഡേഷനും ഇൻക്ലൂഡഡ് ആണ്. മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പോവാം. ഇവിടെ 4 ദിവസം നമുക്ക് സ്പാ ചെയ്യാം. ഡോൾഫിൻ ക്രൂസിന് പോവാം, ബിഗ് ഫിഷിങ്ങിന് പോവാം, സെയിലിങ്ങിന് പോവാം, സ്നോർക്കലിംഗ് ഉണ്ട്,
പിന്നെ സിറ്റി ടൂർസ് ഉണ്ട്, പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്, പിന്നെ സീ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവുക. നമ്മൾ കൊടുക്കുന്നത് ഇത്തരം സൗകര്യങ്ങളാണ്. ഓക്കെ, അതാണ് ഗ്യാങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഓക്കെ അല്ലേ? ശരി.